സുതാര്യവും സുഗമവുമായ തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. 9 രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് പോളിംഗ്. ജില്ലയിലെ എല്ലാ സമ്മതിദായകരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ അഭ്യർത്ഥിച്ചു. ജില്ലയിലെ ആകെ വോട്ടർമാർ 8,05,427 ആണുള്ളത്. ഇതിൽ 3,97,586 പുരുഷന്മാരും 4,783 സ്ത്രീകളും 8 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 6,460 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. 1,614 പ്രീസൈഡിംഗ് ഓഫീസർമാർ, 1,614 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ, 3,232 സെക്കൻഡ്, തേർഡ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതുമായി ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിലേക്ക് ചൊവ്വാഴ്ച 35 KSRTC ബസ്സുകൾ സ്പെഷ്യൽ സർവീസ് നടത്തും. 9 തീയതി ഏപ്രിൽ 9 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ജില്ലയിലെ എല്ലാ സമ്മതിദായകരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ജില്ലയിൽ നമുക്ക് ആകെ 4,07,833 സ്ത്രീകളും 3,97,556 പുരുഷന്മാരും 8 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 8,05,427 വോട്ടർമാരാണ് നമുക്കുള്ളത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് 6,460 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് റിസർവ് ഉൾപ്പെടെയാണ്. ഇതുകൂടാതെ എല്ലാ ബൂത്തുകളിലും BLOമാരുടെ സേവനവും ലഭ്യമാണ്. ഇതുകൂടാതെ പോലീസിൻ്റെ ആവശ്യമായ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ജില്ലയിൽ 1076 പോളിംഗ് സ്റ്റേഷനാണുള്ളത്. ഇവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലാകെ 1076 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നിയന്ത്രിക്കുന്ന 38 ബൂത്തുകളും 14 മോഡൽ പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തുകളും ഭിന്നശേഷി സൗഹൃദമാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ 229 പോളിംഗ് ബൂത്തുകളിൽ മുതിർന്ന പൗരന്മാർ ആദ്യ വോട്ട് രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.